ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. എല്ലാ തീരുമാനവും ഞങ്ങളായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഞങ്ങളായിട്ട് ആലോചിക്കാതെ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കൂല. ഞങ്ങളുമായിട്ട് സംസാരിക്കും. അത് അങ്ങനെ മാറ്റി വെച്ചതല്ല, തർക്കത്തിൽ മാറ്റി വെച്ചതല്ല. അത് വേറെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം ഡൽഹി ചെലവഴിച്ചെന്ന് നിങ്ങൾ അവിടുത്തെ ഓഫീസിലെ ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സീനിയേഴ്സിനോട്. പണ്ട് എത്ര ദിവസം ഇവിടെ ചെലവഴിക്കാറുണ്ടെന്ന് ചോദിച്ചു. അല്ലല്ല, പണ്ട് ഇവിടെ എത്ര ദിവസം ചെലവഴിക്കാറുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇവിടെ ആയിരക്കണക്കിന് ആളുകളും 2 ആഴ്ച 3 ആഴ്ച. ഒരു പ്രശ്നം എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ്. സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനോട് എത്താൻ പറ്റില്ല അന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളിത് കാണാതെ നടിച്ചിട്ട് ഒരാൾക്ക് സുഖമില്ലാതായാലും അദ്ദേഹം ഡയാലിസിസ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, താങ്കൾക്കും അറിയാം. എന്നിട്ടും ആ 24 മണിക്കൂറിന് ചോദ്യം ചോദിക്കുന്നതിൽ ഒരു ദുഷ്ടലാക്കുന്നുണ്ട്. അത് തെറ്റാണ്. 5ാമത്തെ പ്രാവശ്യം ഇയാൾ എന്നോട് ചോദിക്കും. മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലോ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തെങ്കിലും തലയുറ്റി താൻ വീണ് കഴിഞ്ഞാൽ താൻ വീട്ടിലെത്തുക സമയത്ത് അല്ല